ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ അല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം മറ്റുള്ളവർക്ക് ഒരു പിതാവായിരിക്കുക എന്നതാകുന്നു. നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമം ഓർമ്മ വരുന്നത്, ഒരു വീട്ടിൽ 2 മക്കളുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി. അതിനെ തേടി അപ്പം ഇരിക്കുന്നൊരവസ്ഥ നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം ആ അധ്യായത്തിൽ ഒരു പിതാവും ഒരു ജ്യേഷ്ഠ സഹോദരനും ഉണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. തൻ്റെ അടുക്കൽ നിന്നും പിന്മാറിപ്പോകുന്നവരോടും എന്നല്ല, തൻ്റെ നന്മയെ ദുരുപയോഗപ്പെടുത്തുന്നവരോട് പോലും ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് മുടിയംപുത്രൻ ഉപമയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവ സ്വഭാവത്തെക്കുറിച്ച് അത്രയേറെ കാര്യങ്ങളെ ആ ഉപമ വെളിപ്പെടുത്തുന്നു. ആ സ്വഭാവത്തിൽ തന്നെയാണ് നാമും പങ്കുകാരായി തീരേണ്ടത്. വഴിതെറ്റിപ്പോയ ആ യുവാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെയും പിതാവിൻ്റെയും മനോഭാവങ്ങൾ തമ്മിലുള്ള ശ്രദ്ധേയമായ അന്തരം ഈ ഉപമയിൽ നാം കണ്ടെത്തുന്നു. ഒരധ്യാപകനും പിതാവും തമ്മിലുള്ള അന്തരവും അതുതന്നെയാണ്. ആ ജ്യേഷ്ഠ സഹോദരനാകട്ടെ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും അയാൾക്ക് തൻ്റെ അനുജനെക്കുറിച്ചൊരു കരുതലോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല എന്നത് കാര്യമാണ് നമുക്കതറിയാൻ കഴിയുന്നത്. അയാൾ അവനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ ഉപമയിലെ പിതാവിനെ നോക്കുക. എത്ര വിഭിന്നമായ ഒരു മനോഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദൈവം എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണല്ലോ ഇത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നാം പങ്കുകാരാകുമ്പോൾ നാമും അതുപോലെയാകും. തൻ്റെ ഇളയ സഹോദരൻ ചെയ്ത എല്ലാ തിന്മകളും ആ ജ്യേഷ്ഠൻ ഓർക്കുകയും അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ രസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പിതാവാകട്ടെ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും ആഗ്രഹിക്കുന്നില്ല. മുടിയംപുത്രൻ്റെ ജ്യേഷ്ഠ സഹോദരന് ഒരധ്യാപകൻ്റെ മനോഭാവമാണ് ഉണ്ടായിരുന്നത്. അയാൾ പിതാവിനോട് പറഞ്ഞു, ഈ വർഷങ്ങളിലെല്ലാം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് ചിന്തിച്ചാലും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും തീക്ഷ്ണതയോടും അങ്ങയെ സേവിച്ചു. ഞാൻ വിശ്വസ്തയോടെ വേല ചെയ്തു. നേരെ മറിച്ച് അങ്ങയുടെ ഈ മകൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഓർക്കുക. ഒരധ്യാപകൻ എപ്പോഴും ഒരു നന്മയും അതേ വിശ്വസ്തതയും സഭയിലെ ജഡ സ്വഭാവമുള്ളവരോട് താരതമ്യപ്പെടുത്താൻ കഴിയും. ദൈവകൃപയുടെ ധനമാഹാത്മ്യത്തെക്കാൾ അധികം തൻ്റെ സഹോദരന്മാരുടെ വീഴ്ചകളെ പറ്റിയാണ് അയാൾ ചിന്തിക്കുന്നത്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാരുടെ സ്വഭാവത്തിൻ്റെ മുഖ്യ ഘടകവും ഇതായിരുന്നല്ലോ. അധ്യാപക സ്വഭാവമുള്ള എല്ലാവരും പരീശന്മാർ തന്നെ ആയിരിക്കും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെ, അവരുടെ വർത്തമാനത്തിനും അത് വെളിപ്പെട്ട് വരും. അതുകൊണ്ട് മുടിയംപുത്രൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതിൽ കുറേ സത്യമുണ്ടായിരുന്നു. ഇളയ മകൻ അപ്പൻ്റെ മുതൽ തിന്നു കളഞ്ഞുവെന്നത് ശരി തന്നെ. എന്നാൽ വേശ്യകൾക്കായി ആ പണം ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് അയാൾ അപ്പനോട് പറഞ്ഞത്. അതൊരു സാങ്കല്പികമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ്റെ സ്വഭാവ സവിശേഷവും ഇതുതന്നെയല്ലോ. എപ്പോഴെങ്കിലും അയാൾ ഒരുവനായി തീർന്നാൽ അയാൾക്ക് അയാളുടേതായ ഇമേജ് നല്ലതാക്കാൻ കഴിയും. അപ്പോൾ അയാളെപ്പറ്റി ഏറ്റവും മോശമായത് സങ്കല്പിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോശമായത് സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. തെറ്റുകാരനായ ഒരാളിനെ ലജ്ജിപ്പിക്കേണ്ടതിന് അയാളുടെ പാപങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ അയാൾ സന്തോഷിക്കുകയും ചെയ്യും. അങ്ങനെ സന്തോഷിച്ച്
ഉല്ലസിച്ച് ദുഷ്ടന്മാർ പന പോലെ തഴച്ച് വളരുമ്പോഴും കൃപ നഷ്ടപ്പെടാതെ ദൈവാത്മാവിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എപ്പോഴും സന്തോഷിക്കാൻ, എപ്പോഴും പ്രാർത്ഥിപ്പാനും ഒക്കെയാണല്ലോ ദൈവാത്മാവ് ഇന്ന് നമുക്ക് തന്ന ദൂതുകൾ. ആകയാൽ ദൂതിനകത്തൊരു നല്ല ആലോചനയുണ്ട്. ആലോചന ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.